കറണ്ടിൻ്റെ ഒരല്പ അഭാവം ഉണ്ടായി. ഇലക്ട്രിസിറ്റി അല്പമായി ആ അഭാവം ഉണ്ടായത് നിമിത്തം തുടരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. സ്തോത്രം. കറണ്ടിൻ്റെ പ്രയാസമാണ് ഉണ്ടായത്. എങ്കിലും ഞാൻ സംസാരിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ജോസഫ് പറയാം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധി ജനത്തിനുണ്ടാകുക. ജോസഫിനെ അറിയാത്ത ഒരു ഫറവോനുണ്ടായി. ദൈവം സന്ദർശിക്കുന്ന ദൈവമാണെന്ന് ജോസഫ് പറഞ്ഞ് മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ ദൈവജനം നേരിടേണ്ടി വന്ന പ്രതിസന്ധി വളരെയാണ്. ഒട്ടനവധി പ്രതിസന്ധികളിലേക്ക് ജനം കുപ്പുകുത്തി. ജീവിതം കയ്പായി തീർന്നതും അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചതും, എന്തിനേറെ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി ആ നിലകളിൽ അവരെ അടിമകളാക്കി അന്നത്തെ ഊഴിയ വിചാരകന്മാർ അവരെ ചാട്ട കൊണ്ടടിച്ചതും, ഒത്തിരി മിസ്രൈമിലെ കഷ്ടതകളെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. എന്നാൽ അവിടെ ഒരു കാര്യം നാം ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ കഷ്ടതയെല്ലാം വന്നപ്പോഴും ദൈവജനം കുറഞ്ഞു പോയില്ല. ഇല്ല 72 പേര് വന്നതാ. ഇപ്പൊ എന്താ സംഭവിച്ചു? ജനം അങ്ങോട്ട് പെരുകാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടത ദൈവമക്കളെ പെരുക്കാനാ, ചൂടാമാന. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടത നീ താണു പോകാനല്ല, നീ കുറയാനല്ല, നീ ഇല്ലാതാകാനല്ല. കഷ്ടത നിന്നെ പെരുക്കാനാ. ഫറവോന്റെ ആളുകളെല്ലാം കൂടെ നോക്കിയപ്പോ, എടാ ഇവന്മാര് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ചാട്ട അടിക്കും തോറും ഇവർക്ക് വണ്ണം കൂടുകയാണ്. അടി കൊടുക്കും തോറും ഇവന്മാർ ഇഷ്ടിക ഉണ്ടാക്കുന്നുണ്ട്. ഇവരാളുകൾ പെരുകിക്കൊണ്ടിരിക്കുക, ഇവരുടെ ജനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് വർധനവുണ്ടായാൽ ഒരു കാര്യം സത്യമാ, ഒരു ദിവസം ഇവന്മാര് നമ്മളെ ഒതുക്കും. കാരണം ഇവരെ ഒതുക്കാൻ നമുക്ക് കഴിയാതെ വരത്തക്കവണ്ണം ഇവര് ശക്തരായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആർക്ക് മനസ്സിലായി? ആമേൻ. ഈ ഊഴിയ വിചാരകന്മാർക്കും ഈ ഫറവോന്റെ ആളുകൾക്കും മനസ്സിലായി. ആമേൻ. അടിമപ്പണി ചെയ്യിച്ചാലോ, ഇവന്മാരെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലോ, ഇവർക്കെതിരെ പീഡനം അഴിച്ചുവിട്ടാലോ, ഇവരുടെ കുടുംബങ്ങളെ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും വേദനകളിലും ആക്കിയാലോ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇവരെ ശക്തിപ്പെടും. ആർക്കറിയാം? ഫറവോന്റെ ആളുകൾക്കറിയാം. അവര് പറഞ്ഞു, ഇവര് ശക്തിപ്പെട്ടാൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും, നമുക്കെതിരെ അവരെഴുന്നേൽക്കും എന്ന് പറഞ്ഞ് അവരൊന്നുകൂടെ അടിമത്വം വർദ്ധിപ്പിച്ചു. പക്ഷെ വർദ്ധിക്കും തോറും ജനം പെരുകാൻ തുടങ്ങി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോടൊരു ദൂത് ഞാൻ കൈമാറാം. ശക്തമായ പീഡകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെ ദൈവസഭ വർദ്ധിച്ചിട്ടുണ്ട്, അവിടെ ദൈവജനം വളർന്നിട്ടുണ്ട്, അവിടെ ദൈവജനം ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോഴും മറക്കാൻ കഴിയാത്തൊരു സംഭവം ഓർക്കുന്നത്, ഛത്തീസ്ഗഡിൽ ഒരു ദൈവസഭയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു സഹോദരനെ അവിടെയുള്ള സുവിശേഷ വിരോധികൾ വെട്ടി നുറുക്കിയ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് ചില കർത്തൃദാസന്മാർ അവിടെ പോയി ആ ദേശത്തെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആ ദൈവദാസന്മാർ കോട്ടയത്ത് ഞങ്ങളുടെ ഈ സെൻറ്ററിൽ ഉണ്ടായിരുന്നു. അവരവിടെ ചെന്ന് ആ ശവം പോലും തൻ്റെ ഭാര്യയെ കാണിക്കാതെ അദ്ദേഹം മുഖാന്തരം അനേകം രക്ഷിക്കപ്പെട്ടു. വെട്ടി നുറുക്കി കൊണ്ട് കത്തിച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുമ്മനാട്ട് വന്ന് സാക്ഷി പറഞ്ഞു. ഒരു വർഷത്തിൽ ഞാൻ പറഞ്ഞത്, ആ സഭ പിന്നീട് വളർന്നു. ആ സഭ പിന്നീട് വളർന്നു. അവിടെ ഹോള് പണിക്ക് ക്രമീകരണങ്ങൾ ചെയ്തത് ഇവിടെ കോട്ടയത്തുള്ള ദൈവമക്കളാണ്. അനേക പ്രിയപ്പെട്ടവർ ആ സഭയിൽ അംഗങ്ങളായി തീർന്നു. ഒരു ദൈവദാസൻ തൻ്റെ രക്തം കൊടുത്തു കഴിഞ്ഞപ്പോൾ, തൻ്റെ ജീവനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, നിരാശയിലേക്ക് പോയില്ല.
ആ സഭയുടെ വളർച്ച ഭയങ്കരമായിരുന്നു. ഇന്ന് അനേക പ്രിയപ്പെട്ടവർ ആ സഭയിൽ ആമേൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാ കാലത്തും പീഡ ഉണ്ടായ കാലങ്ങളിലെല്ലാം സഭയ്ക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇന്നൊരല്പ പ്രതിസന്ധികളിലൂടെയൊക്കെ ദൈവമക്കൾ പോയിക്കൊണ്ടിരിക്കുക. പലർക്കും പേടിയാ. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലെന്നാ പറയുന്നത്. ആ പാടം അയ്യോ എത്ര സംഘടനകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈയിടെയായിട്ട് പല സംഘടനക്കാരും വിളിക്കുക. ഞങ്ങളുടെ കൂടെ 2 അഡ്വക്കേറ്റ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ 5-6 പേരുണ്ട്, നമുക്ക് പൊതുവിലിറങ്ങി നമ്മുടെ കാര്യങ്ങൾ പറയണം. ഒക്കെ ശരിയാന്നേ. നമ്മുടെ ആളുകളെല്ലാം ഒന്ന് ചൂട് പിടിച്ചു. കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ പറയണം, നമുക്ക് നിയമപരമായിട്ട് ന്യായം കിട്ടണം, അങ്ങനെ കിട്ടണം. ഇതെല്ലാം വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് ഈ പ്രതികൂലം ദൈവമക്കളുടെ ഉയർച്ചയ്ക്ക് മുഖാന്തരമാണ്. 1-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കറിയാമോ ആരംഭിച്ച ദൈവസഭയുടെ വളർച്ച എന്നാ നടന്നെന്നറിയാമോ? പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തേഫാനോസിന്റെ മരണമാണ് ഒരു ശൗലിനെ പിടിച്ച് ഉലച്ചത്, പൗലൂസാക്കിയത്. സ്തേഫാനോസ് വില കൊടുത്തു, കല്ലേറുകൊണ്ടു. ആമേൽ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് മാറ്റം വന്നതിന്റെ ചരിത്രം എവിടെയാണെന്നറിയാമോ? സ്തേഫാനോസ് വില കൊടുത്തത് കൊണ്ടാണ് ഒരു ശൗലിനെ രൂപാന്തരപ്പെടുത്തി എൻ്റെ തമ്പുരാൻ രൂപപ്പെടുത്തിയെടുത്തത്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നല്ലോ, സ്തേഫാനോസ് ഏറുകൊണ്ടു മരിച്ച് സ്വർഗത്തിലേക്ക് പോയപ്പോ സഭ ചിതറിപ്പോയി. അന്ന് വരെ യെരുശലേമിൽ കിടക്കുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാം സാക്ഷികളാകും. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. പക്ഷെ യെരുശലേമിൽ തിന്നു കുടിച്ച് കിടക്കുക. എല്ലാവരും കൊണ്ടുവേ, ഓഹരി കൊണ്ടുവേ. അപ്പൊ അവര് നോക്കിയപ്പോഴത്തേന് കിട്ടുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ശാപ്പാട് കഴിച്ച്, ശാപ്പാട് വെക്കാനൊരു ഗ്രൂപ്പ്, ശാപ്പാട് വിളമ്പാനൊരു ഗ്രൂപ്പ്. ആദ്യമേ യെരുശലേം സഭയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇതെല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. എല്ലാവരും വിറ്റും നട്ടും തിന്നും ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരിക, എല്ലാ സഭയ്ക്ക് കൊണ്ടുവരിക കേട്ടോ. നടന്നതെല്ലാം വിൽക്കുന്നതെല്ലാം സഭയ്ക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാണല്ലോ അനന്യാസും സബീറയും അവസാനം ചവക്കുഴിക്കകത്ത് പോയത്. കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഒരു ഭരണവാസ തനിക്കുള്ളതെല്ലാം കൊണ്ടുവന്നു. സ്തോത്രം. അങ്ങേരുടെ പേര് പോലും മാറി. സഭയ്ക്കൊരു നല്ല സ്ഥാനം കിട്ടി അങ്ങേർക്ക്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അനന്യാസും സബീറയും കൊണ്ടുവന്നു. കുറച്ച് മാറ്റി വെച്ചേച്ച് കൊണ്ടുവന്നു. പത്രോസിനോ ചോദിച്ചു, ഇത്രയേ ഉള്ളോ വിറ്റത്? അയ്യോ, ഇത്രയ്ക്കേ ഉള്ളൂ. കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞേ രക്ഷപ്പെട്ടു പോയേനെ. പക്ഷെ ചോദിച്ചപ്പോഴെല്ലാം ഈ അച്ചായനും ഭാര്യയും പറയുന്നതിനാ ഞാൻ ഇത്രേ ഉള്ളെന്നാ പറഞ്ഞ്. വിറ്റത് മുഴുവനാന്നാ പറഞ്ഞേ. എടാ, പകുതി എടുത്തു വെച്ചേച്ചാ ഈ വരുന്നേ. പരിശുദ്ധാത്മാവിന്റെ നേരെ വ്യാജം കാണിക്കരുതെന്ന് പറഞ്ഞു. പറയുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണു. അമ്മച്ചയും കുഴഞ്ഞു വീണു. 2 പേരുടെയും ശവക്കുഴി കുത്തി. അവിടെ വെച്ച് തന്നെ അടക്കം നടന്നു. സ്തോത്രം. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഉള്ളതൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നല്ലതാ. പക്ഷെ പരമാർത്ഥതയോടെ വേണം കൊടുക്കാൻ. കർത്താവിന് വേണ്ടി 1 പൈസ കൊടുത്തുള്ളെങ്കിൽ പരമാർത്ഥത ഉണ്ടായിരിക്കണം. ഇത് ഇന്ന് പലരും പലതുമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കളിപ്പില്ല. അവരുടെ പേരിനും പെരുമയ്ക്കും ഒരു ചെറിയ വീട് കൊടുത്താൽ മതി. അന്നേരെ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്ത് എവിടെയൊക്കെ ഇടുന്നെന്നറിയാം. സ്തോത്രം. ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതായാലും എന്തു ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ യെരുശലേമിനകത്ത് വട്ടം കൂടിയിരുന്ന ജനത്തെ ഒന്ന് പിടിച്ചടക്കാൻ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഒരു സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്ന് സ്തേഫാനോസിന്റെ മരണമാ സഭ ചിതറിപ്പോയത്. സഭയിലുള്ളവരെല്ലാം കൂടെ ചിതറിയുന്നേ. ഇരിക്കാൻ മേലാത്ത പരുവായി. നമ്മളവിടെ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങള് വാക്യങ്ങളൊന്നും ഇപ്പൊ വായിക്കാൻ നേരമില്ല. ചില പ്രതികൂലങ്ങൾ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില ചാലുകൾ തുറക്കുന്നതാ. അതറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ദൈവമക്കൾക്ക് നേരെ കടന്നു വരുമ്പോൾ, കല്ലേറുകൾ കൊള്ളുമ്പോൾ, പ്രതിബന്ധങ്ങൾ ശക്തിയായി കടന്നു വരുമ്പോൾ ഓർത്തോണം, അതിന്റെ നടുവിലൊരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ദൈവജനത്തെ ചിതറിച്ച് പലയിടങ്ങളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കുന്നതാ. ഏതായാലും ഞാൻ മടങ്ങി വരട്ടെ വേഗം. സമയത്തിന്റെ പരിമിതി എന്റെ മുൻപിലുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. പീഡ വർദ്ധിച്ചു. ദൈവജനത്തെ ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷെ വാഗ്ദത്തം കിടക്കുകയല്ലേ.
ജോസേഫ് പറഞ്ഞില്ലേ, നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ? അതെ, ആമേൻ. പിതാക്കന്മാരുള്ള വാഗ്ദത്തം കിടക്കുകയല്ലേ. പീഡകൾ വർദ്ധിക്കും തോറും ജനം വർദ്ധിക്കാൻ തുടങ്ങി. ആമേൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാം വാക്യം ഞാൻ വായിക്കുന്നില്ല, ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കാൻ തുടങ്ങി. എവിടാന്നറിയാമോ? സന്ദർശനം തുടങ്ങുന്നത് ഗോശനിലെ ഒരു കൊച്ചു കൂടാരത്തിലെ ആമേൻ അബ്രാമിന്റെയും യാക്കോബിന്റെയും വീട്ടിലാണ് സന്ദർശനം തുടങ്ങുന്നത്. അവിടെ ആ ഒരു കൊച്ചു ചെറുക്കം പിറന്നു വീണേ. ഏതാണെന്നറിയാം? മോശക്കുഞ്ഞ്. മോശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവനാ. വെള്ളത്തിൽ നിന്നല്ലേ പൊക്കിയേ? അതെ, വെള്ളത്തിൽ നിന്ന് പൊക്കിയതാ. അയ്യോ, വളർത്താൻ പറ്റൂ? എന്ത് പ്രതിസന്ധി! ഈ ജനം അനുഭവിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ആ കുടുംബം അനുഭവിച്ച പ്രതിസന്ധി ഇതിലെല്ലാം വലുതാ. അപ്പനും അമ്മയും കണ്ണി നോക്കേണ്ടി വന്നു ലാസ്റ്റ്. അയ്യോ, എന്നാ ചെയ്യും? കൊച്ചിന് പറ്റിയ കുഞ്ഞ, പ്രോപ്പർ ചൈൽഡാ, ജനത്തെ വിടുവിക്കേണ്ട കുഞ്ഞ. പക്ഷേ ഒരു നിമിഷം പോലും വളർത്താൻ പറ്റുന്നില്ല. ഒരു ഞാങ്ങണയ്ക്കകത്ത് കൊണ്ട് നൈൽ നദിയുടെ വിരിമാറിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തി. സ്വർഗത്തിന്റെ മുഴുവൻ കണ്ണും കുഞ്ഞിന്റെ മേല. കുളിക്കാൻ ഇറങ്ങി വന്നു ഫറവോന്റെ പുത്രി. കുളിച്ചില്ല, കൊച്ചിനെ കൊണ്ടുപോയി. കുളി നടന്നില്ലെന്ന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ ആണ്ടിലൊരിക്കൽ ഈ ഫറവോന്റെ പുത്രി കുളിക്കാൻ വരുന്നത് ദേവന്മാരുടെ പ്രത്യേക കർമ്മങ്ങളും കർമാനുഷ്ഠാനങ്ങളും ഒക്കെ അതനുസരിച്ച് തൻ്റെ തോഴിമാരുമായിട്ട് കുളി നടത്താൻ വന്നതാ. പക്ഷെ ഒരു കർമ്മവും നടന്നില്ല, ഒരു പരിപാടിയും നടന്നില്ല. കൊച്ചിനെയും കൊണ്ടുപോയി. എവിടെ പോയി? കൊട്ടാരത്തിൽ ചെന്നു. സ്വത്രം ഇവിടെ ഇടിച്ചു ഒതുക്കാൻ ശ്രമിക്കുക ഒരു വശത്തെ. മറുവശത്തെ വാഗ്ദത്ത ശിശുവിനെ കൊട്ടാരത്തിൽ ഫറവോന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് എന്റെ തമ്പുരാൻ ചില പദ്ധതികൾ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അമർത്തി ഒതുക്കി ദൈവജനത്തിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ പിശാച് ശക്തിയായി പൊരുതുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയാം. ആമേൻ. നിനക്ക് വേണ്ടി നീ അറിയാത്ത ചില മുഖാന്തരങ്ങളെ ഒരുക്കിക്കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരം അത്ഭുതകരമായി ചലിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ നീ തിരിച്ചറിയുന്ന ദിനങ്ങൾ വരാൻ പോകുക. നിനക്ക് വേണ്ടിയാണ് ആ പ്രവൃത്തി ദൈവം ചെയ്തത് എന്ന നിന്റെ കണ്ണുകൾ തുറന്ന് കാണത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. യെസ്, മോശ കൊട്ടാരത്തിൽ വളർന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം. മോശ 40 വർഷം എല്ലാ അഭ്യാസവും പഠിച്ചു. എന്നിട്ട് ഇങ്ങോട്ടങ്ങ് ഇറങ്ങിച്ച് കൈയൂക്ക് കൊണ്ട് കാര്യം നടത്താമെന്ന് കരുതി. മോശയ്ക്ക് അകത്തൊരു സ്വപ്നം കിടപ്പുണ്ട്. തന്റെ ജനത്തിന്റെ കട്ടതയുടെ നടുവിൽ അവരെ വെടിപ്പിക്കണം. അമ്മ മുലപ്പാല് കൊടുക്കുമ്പോ രാരീരോ പാടുമ്പോ പാടി കേൾപ്പിച്ചതാ മോനെ. എന്താ? തന്റെ ജനത്തിന്റെ കട്ടത. ഞാൻ ഈ PRDസുകാരൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പീരുപെട്ടി താമസിക്കുമ്പോൾ ഈ ഈ അടിമത്വത്തിൽ നിന്ന് അപ്പച്ചൻ പിടിപ്പിക്കാൻ വന്നെന്നാ പറയുന്ന പൊയ്യൽ ഗുരുദേവൻ എന്ന് പറയും. അദ്ദേഹം ആദ്യകാലത്തെ വിശ്വാസിയായിരുന്നു ഒക്കെ നമുക്ക് ചരിത്രം അറിയാം. ഏതായാലും അദ്ദേഹം പിടിപ്പിക്കാൻ വന്ന ആ പാട്ട് അവരിങ്ങനെ പാടുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. പൂങ്കോഴി കൂകുന്ന നേരത്തൊന്നു കരഞ്ഞു മയങ്ങി, വേദനപ്പെട്ടു കരഞ്ഞേ അവരരിമക്കീടാങ്ങളെ ഓർത്തു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൊച്ചുങ്ങളെ പോലും പാലിക്കാൻ കഴിയാതെ മുതലാളിയുടെ സ്തോത്രം നുകം കഴുത്തി വെച്ച് ഒഴിവിച്ച പഴയ ചരിത്രകാര്യം പാട്ടിലൂടെ പാടുന്ന കേട്ട് നോക്കണം. ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ സ്തോത്രം ഇതൊരു വശത്ത് ഉഴുതലും അടിക്കലും ഇതെല്ലാം നടക്കുമ്പോൾ മറുവശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. വിടുതലിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങുക. സ്തോത്രം. മോശ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് തന്നെ അമ്മച്ചി പഠിപ്പിച്ച ആ കൊച്ചുപാട്ടും പ്രാർത്ഥനയും തൻ്റെ ഹൃദയത്തിൽ ആഴമായി അലതല്ലുന്ന കൊണ്ട് മിസ്രൈമിലെ എല്ലാ അഭ്യാസങ്ങളെക്കാളും ഈ അഭ്യാസമെല്ലാം പഠിച്ചത് ഇങ്ങോട്ട് എടുത്ത് ഒരുത്തനെ ഒരൊറ്റ അടിയാൻ കൊടുത്തു. ഇടാ, ദൈവജനത്തെ നീ ഉപദ്രവിക്കുന്നു, ഒറ്റ അടിക്കും മണ്ണി പൂത്തി. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അടിച്ചതേ ഉള്ളൂ.
അടുത്ത് ചെന്നപ്പോൾ കണ്ടത് 2 ഇസ്രായേല്യന്മാർ തമ്മിൽ. അവന്മാർ പറയാ, എടാ അതേടാ വരുന്നടാ, തല്ലുന്നവൻ കൊല്ലുന്നവൻ. മനസ്സിലായി, ഇനി നിക്കപ്പുറത്തിയില്ല. നമുക്കറിയാം, മോശ ഒറ്റ പിടിയിൽ വെച്ചു കൊടുത്തു. എവിടെ ചെന്നു? യിത്രോവിൻ്റെ വീട്ടിൽ ചെന്നു, കിണറ്റ് പക്കത്ത് ചെന്നു. അവിടുന്ന് നമുക്കറിയാം, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറി. ദീർഘവർഷങ്ങൾ ആടിൻ്റെ പുറകെ പോയി. ദൈവം പഠിപ്പിച്ചെന്നീ. ദൈവത്തിന്റെ ജനത്തെ മേയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം പഠിപ്പിച്ചു. സ്വത്രം പഠിപ്പിച്ച് ഒരുക്കിയെടുത്ത് തീയുടെ നടുവിൽ ഒരു വിടുതൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, വരിക, ഞാൻ നിന്നെ അയക്കാം. സ്തോത്രം. ദീർഘവർഷങ്ങളായി കഷ്ടപ്പെടുന്ന ജനത്തിന് നടുവിൽ വാഗ്ദത്തത്തിന്റെ മോശയെ ദൈവം അയക്കാൻ തുടങ്ങി. അങ്ങോട്ട് വിട്ടെന്നേ. അങ്ങോട്ട് എന്നുവെച്ച് പറവരോട് പറഞ്ഞു, എന്റെ ജനത്തെ വിട്ടയക്കുക, യഹോവ അരുളി ചെയ്യുന്നു. സ്വത്രം. പറയാൻ നേരമില്ലാത്തതുകൊണ്ട് വേഗം പോവുക. ജനത്തെ വിട്ടയക്കാം. യഹോവ ആരാ? മോശ ആ കമ്പങ്ങോട്ട് ഇട്ട് കയ്യിലിരുന്ന് ആ വടിയെ ഇട്ട് കഴിഞ്ഞപ്പോ പാമ്പായി മാറി പൊങ്ങി നിൽക്കുക. ഇങ്ങനെ നിന്ന് ആടുകയെന്ന് പറവോൻ ആകപ്പാടെ അമ്പരന്നു. വിളിച്ചു മന്ത്രവാദികളെയെല്ലാം. അവന്മാരും കൊണ്ടുവന്നു വടി, അവന്മാരും ഇട്ടു, അവന്മാരുടെയും പാമ്പായി. പക്ഷേ ഇപ്പൊ ആരുടെ പാമ്പാ? ഏത് പാമ്പാ? ഇതിനകത്ത് ഏതാ വലുതെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. പറവൻ ചിരിച്ചോണ്ട് നിൽക്കുക. എടാ മോശേ, നീ വലിയ അത്ഭുത പ്രവാചകനായിട്ട് വന്നിരിക്കുകയല്ലേ? അതെ, പക്ഷെ നിനക്ക് പാമ്പും പടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടെന്നേ. പക്ഷെ കുറച്ച് കഴിയുന്നതിന് മുമ്പ് മോശയുടെ പാമ്പ് ഓരോന്നിനെ കൊത്തി വിഴുങ്ങാൻ തുടങ്ങി. മന്ത്രവാദിയുടെ മുഴുവൻ പാമ്പിനെയും കൊത്തി വിഴുങ്ങി. മോശയുടെ പടി ആ പാമ്പിങ്ങനെ ഉയർന്നു നിൽക്കുക. അയ്യോ, പറവോൻ ചങ്കത്തലച്ചു. അയ്യോ, പിടിച്ചോ. പറവോന് മനസ്സിലായി ഇത് തന്നെ കൂടെ കൊത്താതെ പോകത്തില്ലെന്ന് മനസ്സിലായി. അയ്യോ, നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നുമല്ല. മോശ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. മന്ത്രവാദി ആദ്യം വിചാരിച്ചത് മോശ ഒരു മന്ത്രവാദിയാണെന്നാണ് വിചാരിച്ചത്. ഇത് മന്ത്രമല്ലെന്നേ, തന്ത്രമല്ല. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒരു നിയോഗത്തിന്റെ ശക്തി, തീക്കകത്തുനിന്ന് പ്രാപിച്ച ഒരു ശക്തി. ആ ശക്തിയുമായിട്ട് പറവോനെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീ എത്ര മന്ത്രവാദിയെ വിളിച്ചാലും, എത്ര ആഭിചാരകനെ കൊണ്ടുവന്നാലും അതിനെയെല്ലാം കൊത്തിയെടുത്ത് അതിന്റെ മേൽ ജയമെടുക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയേറിയ വിടുതലുമായിട്ട് വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെന്ന വണ്ണം ദൈവദാസനായ മോശ വന്നിരിക്കുന്നത്. ഇത് പറവോന് തിരിച്ചറിയാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. ആമേൻ. നമുക്കറിയാമല്ലോ, ഇരുള്, പേന്, തവള, എണ്ണി ഇതെല്ലാം മന്ത്രവാദിയും ചെയ്തു. ഒരിക്കൽ പുണ്ണ്, എല്ലാവർക്കും പുണ്ണ്. ഞാനവിടെ വായിച്ചപ്പോൾ എനിക്ക് ശകലം സന്തോഷം തോന്നി. പുണ്ണ് പിടിച്ചു. മന്ത്രവാദികളും പുണ്ണൊക്കെ ഉണ്ടാക്കിയെങ്കിലും മന്ത്രവാദി പറയുക, ഓ ഈ പുണ്ണ് ഭയങ്കര ചൊറിയാൻ തുടങ്ങി. മന്ത്രവാദി എല്ലാം കൂടെ ചൊറിയാച്ച് പറയാ, ഇത് ദൈവത്തിന്റെ വിരലല്ലാതെ മറ്റൊന്നുമല്ല. മന്ത്രവാദിക്ക് മനസ്സിലായി ഇത് വെറും പിശാചിന്റെ കളിയല്ല, ഇതിനകത്ത് ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ചരിത്രം അറിയാം. ഏറ്റവും ഒടുവിൽ ഒരർദ്ധരാത്രിയിൽ വേർതിരിക്കപ്പെട്ട 10-ാം തീയതി വേർതിരിക്കപ്പെട്ട കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ ചോര കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും പുരട്ടി. അവൻ വിടുകയില്ല, ആരാധനയ്ക്ക് വിടുകയില്ല. പുരുഷന്മാര് മാത്രം പൊക്കോ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ കിടക്കട്ടെ. നിങ്ങളുടെ സമ്പത്തുകളൊക്കെ ഇവിടെ കിടക്കട്ടെ, ദൂരെ പോകരുത് എന്നൊക്കെ പറവൻ ചില മൂട്ടായുക്തി പറഞ്ഞ് ജനത്തെ ഒതുക്കി വെച്ച് വാഗ്ദത്തങ്ങൾ നന്യപ്പെടുത്തിയ ആ കെട്ട് മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ കട്ടളക്കാൽ മേൽ കുറുമ്പടി മേൽ പുരട്ടി ദൈവജനം തിടുക്കത്തോടുകൂടെ പെസഹാത്താഴം കഴിച്ച് കൈപ്പിചീരയോടെ തിന്ന് ഒരു രാത്രി അവരുടെ പുറപ്പാടിന്റെ രാത്രിയായിരുന്നു, അത്ഭുതത്തിന്റെ രാത്രിയായിരുന്നു. ചുറ്റുപാട് താമസിക്കുന്നവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, കൊച്ചമ്മേ പോവുകയാണോ? അതേന്നേ, ഞങ്ങൾ പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ കേട്ടോ, ഉടനെ വരാം. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്വർണ്ണമോതിരം കൂടെ തരാം. എൻ്റെ ആ കഥ കിടക്കുന്നതേ അതേന്ന് എല്ലാം ഊരിക്കൊടുക്കുക. അയൽ വീട്ടിലെ മിസ്രൈമിലെ കൊച്ചമ്മമാരെല്ലാം കൂടെ ഊരിക്കൊടുക്കുക ഇസ്രായേൽ ജനത്തിന്. പോയിട്ട് വരുമ്പോ തരാം. എങ്ങോട്ട് വരാനാ? എടാ, ദൈവത്തെ ആരാധിക്കാൻ പോവുക, തിരിച്ച് നിന്റെ അതും കൊണ്ട് ഇങ്ങോട്ടൊന്നും വരത്തില്ല. പോയ വഴിയിൽ അവിടെ വിടുതൽ വ്യാപരിക്കാൻ പോവുക. സ്വതന്ത്രം ഊരിക്കൊടുത്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അന്ന് രാത്രി തന്നെ ഇസ്രായേൽ ജനം പാട്ടുപാടി ദൈവത്തെ നൃത്തം ചെയ്ത് ചോരയ്ക്കകത്ത് ആരാധിക്കുമ്പോൾ ഈ ചുവരിലുള്ള നമുക്കറിയാമല്ലോ, കട്ടളക്കാൽമേലും കുറുമ്പടി മേലും പുരട്ടിയ രക്തത്തിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ പറവോന്റെ കൊട്ടാരത്തിൽ ഒരു നിലവിളി. സ്വത്രം
മിസ്രൈമിലെ ലക്ഷം വീട്ടിൽ നിലവിളി, മിസ്രൈമിലെ കുമാരന്മാരുടെ വീട്ടിൽ ആദ്യജാതന്മാരെ മുഴുവൻ കണ്ടിക്കുക. സംഹാര ദൂതൻ കയറിയിറങ്ങി. ഇവിടെയും ഒരെണ്ണം, ഒരു നടന്നൊരു കൊലപാതകം, മറ്റൊന്നുമല്ല. ഇവിടെ അറുക്കപ്പെട്ടത് ഒരു ആടാ. നിന്റെ വീട്ടിൽ അറുക്കപ്പെടുന്നത് ആരാന്നറിയാമോ? നിന്റെ ആദ്യജാതന്മാരാ. കാരണം നമുക്ക് പകരം നമ്മുടെ സുരക്ഷിതത്വം ക്രിസ്തുവാകുന്ന കുഞ്ഞാട്. നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആ കുഞ്ഞാടിന്റെ മറവിൽ ഒരു വിടുതൽ വെളിപ്പെട്ടെങ്കിൽ, ഒരു സന്ദർശനം വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവമൈതലേ, നിന്നെ ഒതുക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നീ ഒതുങ്ങരുത് കേട്ടോ. അതിന്റെ നടുവിലൂടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഒരു മൂവിങ് നടത്താൻ പോവുക. ഈ ആണ്ടിന്റെ ഒടുവിൽ ഒരു മൂവിങ്, ആമേൻ, ഒരു ചലനം, ഒരത്ഭുതം. സ്തോത്രം. ഇതിനകത്ത് പിശാച് എത്ര അടച്ചിട്ട് ഒതുക്കിയാലും, പിശാച് നിന്റെ ജീവിതത്തിന് നേരെ ചോദ്യം ചെയ്താലും അവിടെ ഒതുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. വാഗ്ദത്തമുള്ളവൻ പുറപ്പെടാൻ പോകുക. വാഗ്ദത്തമുള്ളവന്റെ സ്തോത്രം കയ്യിലുള്ള അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുക. വാഗ്ദത്തമുള്ളവന്റെ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുക. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ജോസഫ്, ആമേൻ, ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ആ ജീവനുള്ള ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന്റെ മധ്യേ വെളിപ്പെട്ടെങ്കിൽ, ആമേൻ, ഇന്ന് ഈ ശയാന വേളയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ ഒതുങ്ങിക്കൂടരുതേ. ആമേൻ, ക്ഷീണമാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, അസ്വസ്ഥതയാണ്, പീഡനമാണ്, ഇന്നാർ എതിർക്കുന്നു, അവഗണിക്കുന്നു, ആമേൻ, എന്റെ പ്രാർത്ഥനയ്ക്കെതിരെ അവരത് പറയുന്നു, ഇത് പറയുന്നു, മറ്റവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. നോ, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെയാ വിളിച്ചത്. ദൈവം നിന്നെയാ വിളിച്ചത്. ദൈവം നിന്നെ ഒരു പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി വിളിച്ചതാ. ദൈവം നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാ. ഈ ലോകത്തിൽ പറന്ന് പന്തലിക്കുന്ന ദൈവജനത്തിനെതിരെ ഉള്ള പോരുകളുടെ നടുവിൽ ഒരത്ഭുത വിഷയമായി തീരുവാൻ വിളിക്കപ്പെട്ട ദൈവമൈതലേ, പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ സന്ദർശനം ഈ ദിവസങ്ങളിൽ സകലത്തിൽ മീതെ വെളിപ്പെട്ടിട്ട് വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തുമെന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട്, ശക്തി പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ശക്തരായി നിൽക്കുവാൻ എല്ലാവരോടും ദൈവം ആഹ്വാനം ചെയ്യുക. സന്ദർശിക്കുന്നവനായ ദൈവം ജനത്തെ കൂട്ടി ആമേൽ ചെങ്കടൽ കടത്തി കനാലിലെത്തിച്ച ദൈവം നമ്മുടെ ദൈവമാകട്ടോ. ഇന്ന് പകൽ പരാജയപ്പെട്ട ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പറഞ്ഞാട്ടെ, സന്ദർശിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ജോസഫ് പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ആ ദൈവം നമ്മെ സന്ദർശിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ, അത്ഭുതം ചെയ്യട്ടെ, വലിയ ദൈവപ്രവൃത്തികൾ നമ്മിൽ വെളിപ്പെട്ടു വരട്ടെ. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഏവർക്കും വിടുതലിന് കാരണമാകണമേ. സന്ദർശിക്കുന്നവനായ അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ മുൻപിൽ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ മുന്നേറുവാൻ തക്കവണ്ണം തൻ്റെ ജനത്തിന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ശ്രമിക്കുന്ന എല്ലാവർക്കും വിടുതലിന് കാരണമാകട്ടെ. അങ്ങേ ഉള്ളതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വലിയ വിടുതൽ പകരണമേ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ആദരിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ നിലകളിലും അവിടുന്ന് ബലപ്പെടുത്തി ദൈവിക ശബ്ദത്തിന് മുമ്പിൽ ആമേൻ കേൾക്കുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൃപ ചെയ്യും. പുത്രനെ മാത്രം മഹത്വപ്പെടുത്തും, തിരുമേനി തന്നെ മഹത്വപ്പെടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.